ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സമാന്തര ശ്രേണികൾ അഥവാ അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ഥാനവും പദവും അല്ലെങ്കിൽ പൊസിഷൻ ആൻഡ് ടേം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ തുടങ്ങി അതിലുള്ള കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു അല്ലേ. നമുക്ക് കുറച്ച് ടേംസ് തരും, അതിൽ മിസ്സിങ് ആയിട്ട് തന്നു, അത് കണ്ടുപിടിക്കുക. അതൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾ പേജ് നമ്പർ 15 കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യുന്നത് കാണാം. ഇവിടെ ചോദ്യം ഞാൻ എഴുതിയിട്ടുണ്ട്, ഇവിടെ വായിച്ചു നോക്കാം നമുക്ക്. കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് തേർഡ് ടേം 37. മൂന്നാമത്തെ ടേം എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? 37 പറഞ്ഞിട്ടുണ്ട് അല്ലേ. മൂന്നാം പദം 37. ആൻഡ് 7th ടേം ഏഴാം പദം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 73 പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാ പറഞ്ഞത്? തേർഡ് ടേം അല്ലെങ്കിൽ മൂന്നാം പദം എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 37 പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞത് 7th ടേം ഏഴാം പദം എന്ന് പറയുന്നത് 73. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്, നമുക്കൊന്ന് വരച്ച് നോക്കാം അല്ലേ. ഒന്നാമത്തെ പദം അറിയില്ല, രണ്ടാമത്തത് അറിയില്ല, മൂന്നാമത്തത് 37 അറിയാം, 4 അറിയില്ല, 5 അറിയില്ല, 6 അറിയില്ല, 7 എത്രയാണെന്നറിയാം? 73 അറിയാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ എഴുതി വെച്ചു, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അവിടെ എഴുതി. ഇനി ചോദ്യം എന്താ ചോദിച്ചത് നമ്മളോട്? ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. ഈ എഴുതിയിട്ടുള്ള സമാന്തര ശ്രേണി ഇങ്ങനെ തുടർന്ന് പോകുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ ആദ്യത്തെ 5, 1, 2, 3, 4, 5 ഇതെല്ലാം കണ്ടുപിടിക്കണം. നമുക്കറിയാം, ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങൾ കാണണമെങ്കിൽ നമുക്ക് ആര് നിർബന്ധമാണ്? പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളില്ലേ. ഇവിടെ നിങ്ങൾ നോക്ക്, ഈ മൂന്നാമത്തെ പദത്തിനോട് ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 4 അല്ലേ, പൊതുവ്യത്യാസം കൂട്ടിയാൽ. പക്ഷേ നമുക്ക് ആരെ അറിയണം? നമ്മൾ ഡി അഥവാ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസിനെ അറിയണം. അതറിയാന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ടാസ്ക്. അപ്പോൾ നമുക്ക് തന്ന ചോദ്യം അനുസരിച്ച് നിങ്ങളിവിടെ നോക്കുക. ഈ മൂന്നാമത്തെ പദത്തിനോട് ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമ്മൾ എവിടെ എത്തും? 4ാമത്തതിലെത്തും അല്ലേ. ഇവിടുന്ന് ഒരു പ്രാവശ്യം കൂടി പൊതുവ്യത്യാസം കൂട്ടിയാലോ 5ാമത്തതിലെത്തും. ഒരു പ്രാവശ്യം കൂടെ പൊതുവ്യത്യാസം കൂട്ടിയാലോ 6 പിന്നെയും കൂട്ടിയാലോ 7 അപ്പോൾ നിങ്ങൾ നോക്ക്, മൂന്നാമത്തെ പദം അല്ലേ, മൂന്നാമത്തെ പദത്തിൽ നിന്ന് നമ്മൾ 7ാമത്തെ പദത്തിലെത്താൻ എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടി? മൂന്നാമത്തേതിൽ നിന്ന് 4ലേക്ക് 1, പിന്നെ 2, 3, 4. അതായത് മൂന്നാമത്തെ പദത്തിൽ നിന്ന് 7ലേക്ക് എത്താൻ നമ്മൾ 4 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാലല്ലേ നമ്മൾ 7ാമത്തെ ടേമിൽ എത്തുള്ളൂ. പറഞ്ഞത് മനസ്സിലായോ? അതായത് 4 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം. ഈ 4 എന്ന് പറഞ്ഞത് ആരാ? 7ൽ നിന്ന് നിങ്ങൾക്ക് 3 കുറച്ചാൽ പോരെ. ഈ 3 എന്ന് പറയുന്നത് ആരാ? ഈ 37 എത്രാമത്തെ ടേമാ? തേർഡ് ടേം. 73 എന്ന് പറയുന്നതോ 7th ടേം, അതായത് 7ാമത്തെ പദമാണ് അല്ലേ. അപ്പം നമുക്ക് മൂന്നാമത്തതിൽ നിന്ന് നമ്മൾ 7ലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ 4 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടി എഴുതി. ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾ നോക്ക്, ഈ 4 നമുക്ക് കിട്ടിയത് എങ്ങനെയാ? 7ാമത്തെ ടേം 7 എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് 3 കുറച്ചാൽ പോരെ. അപ്പം 4 കിട്ടൂലേ. അപ്പം ഈ സംഖ്യയിൽ നിന്ന് ഇത് കുറച്ചപ്പോൾ 4 കിട്ടിയില്ലേ. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഈ എഴുതിയിട്ടുള്ള കാര്യം നമുക്കൊന്ന് എഴുതി നോക്കാം. മൂന്നാമത്തെ ടേം അല്ലേ, തേർഡ് ടേമിനോട് എത്ര പൊതുവ്യത്യാസം കൂട്ടണം? 4 പ്രാവശ്യം പൊതുവ്യത്യാസം. ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസാ. അപ്പം മൂന്നാമത്തെ ടേം, മൂന്നാം പദത്തിനോട് 4 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? 7ാമത്തെ ടേമിലെത്തും. അതിലാർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ. 7th ടേമിലെത്തൂലേ. ഞാൻ ഈ 4ാമത്തെ ടേം അല്ലേ, 4 എന്നുള്ളതിന് പകരം മിസ്സിനിവിടെ 7 - 3 എന്ന് എഴുതിക്കൂടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ നോക്ക്, 7ാമത്തെ ടേമിൽ നിന്ന് മൂന്നാമത്തെ ടേം അല്ലേ, ഈ 7 എന്ന് പറയുന്ന നമ്പറും 3 എന്ന് പറയുന്ന നമ്പറും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടില്ലേ. 7 - 3 4 അല്ലേ. അപ്പോൾ 4ന് പകരം ഞാൻ എന്തെഴുതുന്നു? 7 - 3 എന്ന് എഴുതുന്നു. ഈക്വൽ ടു എന്തെഴുതുന്നു? 7th ടേമിന് വ്യത്യാസമൊന്നുമില്ല അല്ലേ. നമ്മുടെ എയിം ആരെ കണ്ടുപിടിക്കുക എന്നുള്ളതാ? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ ഡി കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ഡി കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡി ഉള്ള ടേം അല്ലേ, 7 - 3 × ഡി ഇവിടെ തന്നെ വെക്കുന്നു.
പിന്നെ ബാക്കിയൊക്കെ വലത്ത് ഭാഗത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ 7ാം പദത്തിൽ നിന്ന് നമുക്കറിയാം പ്ലസ് തേർഡ് ടേം വലത് ഭാഗത്തേക്ക് പോകുമ്പോൾ എന്താവും? പ്ലസ് എന്നുള്ളത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പം മൈനസ് ആവും. ഓക്കെ അല്ലേ? അപ്പം 7th ടേം ഓൾറെഡി ഇവിടെ ഉണ്ടല്ലേ, അത് എഴുതി. ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? തേർഡ് ടേം കുറയ്ക്കണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഡി അല്ലേ വേണ്ടത്. അപ്പോൾ ഡി മാത്രം ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഹോൾഡ് ചെയ്യുന്നു. ഡി മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ റൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ റൈറ്റിൽ ആരൊക്കെ ഉണ്ട്? 7th ടേം മൈനസ് തേർഡ് ടേം. ഓക്കെ, ഡിവൈഡഡ് ബൈ ആരുണ്ട്? ഇവിടെ നോക്ക്, ഇവിടെ 7-3 എന്ന് പറയുന്നത് 7-3 ഇൻറ്റു ഡി അല്ലേ? 7-3d എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗുണനം വലതു ഭാഗത്തേക്ക് പോകുമ്പോൾ എന്താവും? ഹരണമാവും അല്ലേ? ഇൻറ്റു എന്നുള്ളത് ഡിവൈഡഡ് ബൈ ആവും. സോ ബൈ 7-3 എന്ന് എഴുതുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് പൊതുവ്യത്യാസം കിട്ടിയില്ലേ? അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാ അപ്പം ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എഴുതുന്നത്, നമുക്ക് എല്ലാ ടേമും ഇവിടെ ഇല്ലേന്ന്. ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തി. നമുക്ക് ഒരു സമാന്തര ശ്രേണിയിലെ അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും 2 ടേംസ്, എവിടെയുള്ള ടേം ആയാലും കുഴപ്പമില്ല, 5ാമത്തതോ 10ാമത്തതോ, അല്ലെങ്കിൽ 20ാമത്തെ ടേമും തന്നു, 50ാമത്തെ ടേമും തന്നു, 101ാമത്തെ ടേമും തന്നു, 210ാമത്തെ ടേമും തന്നു. ഇങ്ങനെ എവിടെ 2 ടേംസ് തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് പൊതുവ്യത്യാസം പെട്ടെന്ന് കണ്ടുപിടിക്കുക. നമ്മൾ കഴിഞ്ഞ തുടക്കത്തിലൊക്കെ പറഞ്ഞത് അടുത്തടുത്തുള്ള 2 ആളെ തന്നാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 2ാമത്തെ പദത്തിൽ നിന്ന് 1ാമത്തെ പദം കുറച്ചാൽ പൊതുവ്യത്യാസം കിട്ടില്ലേ? പക്ഷെ അങ്ങനെ തരാത്ത സന്ദർഭങ്ങളിൽ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഉള്ള 2 ടേംസ് തന്നു കഴിഞ്ഞാലും പൊതുവ്യത്യാസം കാണാം. ആ പൊതുവ്യത്യാസം കാണാനുള്ള ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ എത്തിയത്. ഇവിടുന്ന് നമുക്ക് പൊതുവായിട്ട് എന്ത് പറയാം? ഈ 7th ടേം എന്ന് പറയുന്നതും തേർഡ് ടേം എന്ന് പറയുന്നത് ഇവിടെ എന്താ? ടേം ഡിഫറൻസ് അല്ലേ? അതായത് ഇത് എന്ന് പറയുന്നത് 7ാമത്തെ ടേം എന്നുള്ള ഏത് നമ്പറാണെന്നാണ് അല്ലേ? ഇത് തേർഡ് ടേം ആണ്. അപ്പോൾ നമുക്ക് ഈ 7th ടേം മൈനസ് തേർഡ് ടേം എന്ന് എഴുതിയതിന് പകരം എന്തെഴുതാം? ടേം ഡിഫറൻസ് എന്ന് എഴുതിക്കൂടെ? എന്തെഴുതാം? ടേം ഡിഫറൻസ്. അതായത് ആ നമ്പേഴ്സ് തമ്മിൽ കുറയ്ക്കുക. ഇതാ തന്നത് വെച്ചാൽ ഇത് തമ്മിൽ കുറയ്ക്കുക. 73 മൈനസ് 37, അതാണ് ടേം അല്ലേ? ഇനി ഞാൻ ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ എന്താണ് എഴുതിയത് അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ നോക്ക്, 7-3. 7 എന്ന് പറയുന്നത് ഇവിടെ എന്താ നോക്ക്? 7 എന്ന് പറയുന്നത് ഈ 73ൻ്റെ സ്ഥാനമല്ലേ? 7ാമത്തെ ടേം അല്ലേ? ഇത് 7ാമത്തെ ടേം, ഇത് 3ാമത്തെ ടേം. അതായത് നമ്മൾ 1ാമത്തെ ടേം, 2ാമത്തെ ടേം, 3ാമത്തെ ടേം എന്നൊക്കെ പറയുന്നത് അവിടെ പൊസിഷൻസ് അല്ലേ? അതിൻ്റെ സ്ഥാനങ്ങളല്ലേ? 3ാമത്തത് എന്ന് പറയുന്നത് ഇത് 3ാമത്തെ പൊസിഷനാണ് അല്ലേ? 7ാമത്തത് എന്ന് പറയുന്നത് പൊസിഷനാണ്. അപ്പോൾ ഈ 3, 7 എന്നൊക്കെ പറയുന്നത് ഇവിടെ പൊസിഷൻ അല്ലേ? അപ്പം ഞാൻ ഡിനോമിനേറ്ററിൽ പൊസിഷൻ്റെ അല്ലേ മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഡിഫറൻസ് എന്നാണ് അല്ലേ? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ചെയ്യുക, നെഗറ്റീവ് ആക്കുന്നതിനാണ് നമ്മൾ ഡിഫറൻസ് എന്ന് പറയുക. അപ്പം നിങ്ങൾ നോക്ക്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. എക്സാമ്പിൾ കുറച്ചുകൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചോദ്യങ്ങളുണ്ട്, അത് ചെയ്യാം. ഇത് മലയാളത്തിൽ എങ്ങനെ നമുക്ക് പറയാം? പൊതുവ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ടേം എന്ന് പറഞ്ഞാൽ പദമാണ് അല്ലേ? അപ്പോൾ ഇത് എന്ന് പറയുന്നത് പദമല്ലേ? ഇത് 3ാമത്തെ പദം എത്രയാ ചോദിച്ചാൽ നിങ്ങൾ എത്രയാ പറയാം? 37. 7ാം പദം ചോദിച്ചാൽ 73 അല്ലേ? അപ്പോൾ നമ്മൾ മുകളിൽ പദത്തിൻ്റെ വ്യത്യാസമല്ലേ എഴുതിയത്? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം മലയാളത്തിൽ? പദവ്യത്യാസം. 2 പദങ്ങൾ തമ്മിൽ കുറയ്ക്കുക, അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഹരിക്കണം ബൈ എന്ത് ചെയ്യുക? പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാന വ്യത്യാസം. എന്താണ്? സ്ഥാനം. പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനമല്ലേ? നമ്മളിവിടെ 3ാമത്തെ സ്ഥാനവും 7ാമത്തെ സ്ഥാനവും അല്ലേ ഇത് അല്ലേ? ഇത് 1ാമത്തേത്, ഇത് 2ാമത്തെ, ഇത് 3ാമത്തെ സ്ഥാനം, ഇത് 7ാമത്തെ സ്ഥാനം. അപ്പം താഴെ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥാനങ്ങൾ തമ്മിൽ കുറയ്ക്കുക. ഇതാണ് നിങ്ങൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാരും മറന്നു പോകരുത്. എന്ത് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്? ഒരു പൊതുവ്യത്യാസം കാണാനുള്ള ഇക്വേഷനാണ്. എന്ത് കാണാനുള്ളതാണ്? പൊതുവ്യത്യാസം കാണാനുള്ള ഇക്വേഷനാണ്. എപ്പോൾ പൊതുവ്യത്യാസം കാണാൻ? ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 ടേംസ് ഇതേപോലെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? പൊതുവ്യത്യാസം കാണാം. ഈ ഇക്വേഷൻ എങ്ങനെയാണ് എത്തിയത് എന്നാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇനി അതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ഇല്ലെങ്കിലും ശരി, നമുക്ക് ഇതിലൂടെ ചോദ്യം എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ ചോദ്യം തന്നെ ഞാൻ ഒന്നുകൂടി ഇവിടെ പറയുകയാണ്. നമ്മുടെ കയ്യിൽ
തേർഡ് ടേം അല്ലേ, ചോദ്യത്തിൽ തന്നിട്ടുണ്ട് മൂന്നാമത്തെ പദം. തേർഡ് ടേം എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? മൂന്നാം പദം അല്ലേ. മൂന്നാം പദം എന്ന് പറയുന്നത് 37. അതേപോലെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് സെവൻത്ത് ടേം. സെവൻത്ത് ടേം എന്ന് ഉദ്ദേശിക്കുന്നത് എത്രാമത്തെയാണ്? 7ാം പദം. ക്ലിയർ അല്ലേ? 73 എന്ന് തന്നു. ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് പൊതുവ്യത്യാസം കാണണം. പൊതുവ്യത്യാസം കാണാൻ ഞാൻ എന്താ പറഞ്ഞത്? ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ്. ഈ ടേം ഡിഫറൻസിന് നമുക്ക് വേണമെങ്കിൽ ടി ഡി എന്ന് എഴുതാം കേട്ടോ. ടേമിൻ്റെ ടിയും ഡിഫറൻസിൻ്റെ ഡിയും. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കാണാം. പൊസിഷൻ്റെ പിയും ഡിഫറൻസിൻ്റെ ഡിയും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ടി ഡി ബൈ പി ഡി എന്ന് എഴുതാം. സംഭവം മനസ്സിലായോ? മലയാളം സ്റ്റുഡൻസ് ആയാലും അങ്ങനെ എഴുതുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇനി അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലെങ്കിലും പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം നമ്മൾ പഠിച്ചു അല്ലേ? അതെങ്ങനെയാണ് ചെയ്യാൻ നോക്ക്. ഇവിടുത്തെ പദവ്യത്യാസം, ഇവിടുത്തെ മൂന്നാം പദം 37ഉം 7ാം പദം 73ഉം അല്ലേ? അപ്പോൾ നമ്മൾ വ്യത്യാസം കാണാൻ എന്ത് ചെയ്യും? 7ാം പദമായ 73ൽ നിന്ന് മൂന്നാം പദമായ 37 കുറയ്ക്കുന്നു. അതല്ലേ പദവ്യത്യാസം, ടേം ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ സ്ഥാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇത് 7ാം ടേം എന്ന് പറഞ്ഞാൽ 7ാമത്തെ പ്ലേസ് ആണ് അല്ലേ. മൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 3ാമത്തെ പ്ലേസ് ആണ്. അപ്പോൾ ഈ സ്ഥാനങ്ങൾ തമ്മിൽ കുറയ്ക്കുന്നു. അതായത് 7ാമത്തെ സ്ഥാനത്ത് നിന്ന് 3ാമത്തെ സ്ഥാനം കുറയ്ക്കുന്നു. 7ാമത്തെ 7th പൊസിഷൻ മൈനസ് എന്ത്? തേർഡ് പൊസിഷൻ. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ 73 മൈനസ് 37 എന്ന് വരും. നിങ്ങൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 36 എന്ന് കിട്ടും. ഓക്കെ, 7ൽ നിന്ന് 3 കുറച്ചാൽ എത്ര വരും? 4 എന്ന് വരും. 36 ഹരിക്കണം 4 എത്രയാണ്? 9 അല്ലേ. 9 4 36. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കിട്ടി. സിമ്പിളായിട്ട് കിട്ടിയില്ലേ? നിങ്ങൾ നോക്ക്, ഇത് തമ്മിൽ കുറയ്ക്കുക, ഹരിക്കണം ഇത് തമ്മിൽ കുറയ്ക്കുക അല്ലേ. ഇതിൻ്റെ ഡിഫറൻസ് ബൈ ഇതിൻ്റെ ഡിഫറൻസ്. അത്രയും ചുരുക്കത്ത് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കുക കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ ഒക്കെ മറന്നു പോയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പൊതുവ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അഥവാ പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഈ ഇക്വേഷനിൽ കൊടുത്തപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് പൊതുവ്യത്യാസം കിട്ടിയല്ലോ. ഇനി നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ 5 പദങ്ങൾ കണ്ടുപിടിക്കണം അല്ലേ. 5 പദം കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇവിടെ നമുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ഇവിടെ കോമട്ടിട്ട് തന്നെ ജസ്റ്റ് എഴുതാം. മൂന്നാമത്തെ പദം 37, 4ാമത്തതും അറിയില്ല, 5ാമത്തതും അറിയില്ല. ഇതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ നോക്ക്, നമുക്ക് ഇവിടെ നിന്ന് ഇനി പൊതുവ്യത്യാസം കിട്ടിയ ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ. പൊതുവ്യത്യാസം കൂട്ടി എഴുതല്ലേ വേണ്ടത്. അപ്പോൾ നിങ്ങൾ അടുത്ത ടേം കിട്ടാൻ എന്ത് ചെയ്യണം? 37നോട് 9 കൂട്ടുക. ശരിയല്ലേ? 37നോട് 9 കൂട്ടിയാൽ എത്ര വരും? 46 എന്ന് വരും. ക്ലിയർ? ഇനി 46നോട് 9 കൂട്ടുക. അപ്പോൾ എത്ര വരും? 55 എന്ന് വരും. പൊതുവ്യത്യാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കൂട്ടി എഴുതാൻ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പം മൂന്നാമത്തെ ടേം കിട്ടാൻ, 2ാമത്തെ ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ബാക്കോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക? പൊതുവ്യത്യാസം കുറഞ്ഞ് വരികയല്ലേ ചെയ്യുക അല്ലേ. അപ്പോൾ 37ൽ നിന്ന് എന്ത് ചെയ്യുക? 9 കുറച്ച് നോക്കുക. അപ്പോൾ 18 എന്ന് കിട്ടും. ഇനി 18ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? 18 28 എന്ന് കിട്ടും. 28. ഇനി 28ൽ നിന്ന് 1ാമത്തെ പദത്തിലെത്താൻ പിന്നെയും ഒരു പൊതുവ്യത്യാസം കുറയ്ക്കുക അല്ലേ. ബാക്കോട്ട് പോരുമ്പോൾ പൊതുവ്യത്യാസം കുറച്ച് കൊണ്ടുവരല്ലേ വേണ്ടേ. മുന്നോട്ട് പോകുമ്പോൾ പൊതുവ്യത്യാസം കൂടി പോവുക ചെയ്യാം. അപ്പോൾ 28ൽ നിന്ന് ഒരു 9 കൂടി, ഒരു പൊതുവ്യത്യാസം കൂടി കുറച്ചാൽ നിങ്ങൾക്ക് ആദ്യത്തെ പദത്തിലെത്തും. അപ്പോൾ ആദ്യത്തെ പദം ഏതാ? 19. അപ്പോൾ നിങ്ങൾ നോക്ക്, എല്ലാത്തിനുമുള്ള ആൻസർ ആയില്ലേ. ഈ മൂന്നാമത്തെ പദത്തിനോട് ഒരു പൊതുവ്യത്യാസം കൂട്ടി, 9 കൂട്ടിയപ്പോൾ 46, പിന്നെയും 9 കൂട്ടിയപ്പോൾ 55. ബാക്കോട്ട് വരണമെങ്കിലോ ഒരു പൊതുവ്യത്യാസം കുറയ്ക്കുന്നു, പിന്നെയും ബാക്കോട്ട് വരണമെങ്കിൽ പിന്നെയും പൊതുവ്യത്യാസം കുറയ്ക്കുന്നു. അപ്പോൾ നമുക്കിതാ ഇവിടെ കിട്ടി, നമുക്ക് വേണ്ട ടേംസ് കിട്ടി, 5 എണ്ണം കിട്ടി. സിമ്പിളാണല്ലോ. ഇനി നമുക്ക് ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ആ ചോദ്യങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് എക്സസൈസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ആ ചോദ്യങ്ങളിലേക്കൊന്ന് നോക്കാം. ഇതേപോലെ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. ഇത്ര നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ള ചോദ്യങ്ങൾ കാണാം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താ ചോദ്യം നോക്ക്.
ചില സമാന്തര ശ്രേണികളിലെ 2 നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ പറഞ്ഞിരിക്കുന്നു. ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ 5 പദങ്ങൾ. ഇപ്പോൾ പറഞ്ഞ അതേപോലെ തന്നെ ഫസ്റ്റ് 5 ടേംസ് കാണണം. ഇതിൽ നിങ്ങൾക്ക് 2 എണ്ണം വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം നോക്ക്. തേർഡ് ടേം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? തേർഡ് ടേം ഈക്വൽ ടു 34. സിക്സ്ത് ടേം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 67. കണ്ടോ? നിങ്ങൾക്ക് ഇതാണ് കേട്ടോ ഫസ്റ്റ് ഭാഗം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തത്, ഇത് 3, ഇത് 4, ഇത് 5. അങ്ങനെ 5 ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത്. അപ്പം ഒന്നാമത്തെ ചോദ്യം, മൂന്നാം പദം 34, ആറാം പദം 67. ഇതിൽ നിന്ന് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പൊതുവ്യത്യാസം കാണല്ലേ. പൊതുവ്യത്യാസം അഥവാ എന്ത്? കോമൺ ഡിഫറൻസ് ഡി കാണണം. ഡി കാണാനുള്ള ഇക്വേഷൻ ഇപ്പോൾ പഠിച്ചിട്ടല്ലേ ഉള്ളൂ. എന്താ ഡി കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞേ? ടേം ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ. ടേം ഡിഫറൻസ് ടി ഡി ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് പി ഡി. അല്ലെങ്കിൽ എന്തെഴുതാം? പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ക്ലിയർ ആണല്ലോ? മിസ് ഫുള്ളായിട്ട് എഴുതുന്നില്ല കേട്ടോ. ഇത് ഇക്വേഷനാണ് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് ഡി കണ്ടുപിടിക്കാൻ നോക്ക്. ഇവിടുത്തെ ടേം ഡിഫറൻസ് എത്രയാ? ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം അല്ലേ. ഇതല്ലേ ടേംസ്. ഇത് മൂന്നാമത്തെ ടേമും ഇത് ആറാമത്തെ ടേമും. അപ്പോൾ ഈ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണാം. അതായത് 67 നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? ഡിഫറൻസ് കാണുക എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. 34 കുറയ്ക്കുക. ബൈ സ്ഥാന വ്യത്യാസം. സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മൂന്നാമത്തെ സ്ഥാനം, ഇത് ആറാമത്തെ സ്ഥാനം. അപ്പോൾ 6 നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? 3 കുറയ്ക്കുന്നു. സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സിമ്പിൾ അല്ലേ. 67 നിന്ന് 34 കുറച്ച് നോക്ക്. എത്രയാണ് കിട്ടുക? 33 എന്ന് കിട്ടും അല്ലേ. സൈഡിൽ ചെയ്ത് നോക്കുക. 60 ഡൗട്ടുള്ളവർ 67 മൈനസ് 34. 7 നിന്ന് 4 കുറച്ചാൽ 3, 6 നിന്ന് 3 കുറച്ചാൽ 3 അല്ലേ. അപ്പം 33 ബൈ ഇവിടെ എന്താ സംഭവിക്കുക? 6 മൈനസ് 3 എത്ര? 6 നിന്ന് 3 കുറച്ചാൽ 3 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? 33നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 11. അപ്പോൾ നോക്ക്, 33നെ 3 കൊണ്ട് ഹരിച്ച് കാണിച്ചു തരണോ? എല്ലാവർക്കും അറിയുന്നതല്ലേ. 33 ഹരിക്കണം 3, ഒരു 3, 3, 3, ഒരു 3, 3, 11 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കിട്ടി. പൊതുവ്യത്യാസം കിട്ടിക്കഴിഞ്ഞാൽ ഇനി ചോദ്യം എളുപ്പം. ഏത് ടേം വേണമെങ്കിലും നമുക്ക് കാണാം അല്ലേ. എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾ പറ. ഫസ്റ്റ് നമുക്ക് പൊതുവ്യത്യാസം കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് എഴുതി മാർക്ക് ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഏതൊക്കെയാണ് തന്നത് എന്ന് കേട്ടോ. ഇവിടെ നോക്കുക. ഒന്നാമത്തെ ടേം അറിയോ? ഇല്ല. 2 അറിയോ? ഇല്ല. 3 34 കിട്ടി. 4 അറിയോ? ഇല്ല. 5 അറിയില്ല. 6 എത്രയാണ്? 67. പിന്നെ ഒന്നും അറിയില്ല. ഇങ്ങനെയല്ലേ ചോദ്യം പറഞ്ഞത്? നമ്മളോട് പറഞ്ഞത് ആദ്യത്തെ 5 എണ്ണം കണ്ടുപിടിക്കണം അല്ലേ. ഈ 5 എണ്ണം കണ്ടുപിടിക്കണം. അതിൽ നമുക്ക് പൊതുവ്യത്യാസം കിട്ടിയില്ലേ. പൊതുവ്യത്യാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ചാടാൻ എന്ത് ചെയ്താൽ മതി? ഇത് ഒന്നാമത്തത് അല്ലേ. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ്, ഇതെന്താ തേർഡ്, ഇത് ഫോർത്ത്, ഇത് ഫിഫ്ത്ത്. അതല്ലേ നമുക്ക് 5 സ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം 4ാമത്തെ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് ഫോർത്ത് അല്ലേ. ഫോർത്ത് ഇങ്ങനെ എഴുതാം കേട്ടോ. ഫോർത്ത് ടേം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? തേർഡ് ടേമിനോട് എത്ര കൂട്ടിയാൽ മതി? ഒരു പൊതുവ്യത്യാസം കൂട്ടിയാൽ പോരെ? പ്രശ്നമുണ്ടോ? അതായത് 34നോട് ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിക്കഴിഞ്ഞാൽ 4ാമത്തെ ടേം കിട്ടില്ലേ. ഇങ്ങനെ എഴുതണം നിർബന്ധമൊന്നുമില്ല, മനസ്സിലാവാൻ എഴുതിയെന്നുള്ളൂ. തേർഡ് ടേം 34, പൊതുവ്യത്യാസം 11 ഇപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ 34നോട് 11 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 45. സിമ്പിളായിട്ട് കിട്ടിയില്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, നമുക്ക് ഇവിടെ എന്ത് എഴുതി കൊടുക്കാം? 4ാമത്തെ ടേം 45. ഇനി 5ാമത്തത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 45നോട് ഒരു പൊതുവ്യത്യാസം കൂട്ടിയാൽ പോരെ? പൊതുവ്യത്യാസം കൂട്ടി എഴുതിയാൽ പോരെ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഫിഫ്ത്ത് ടേം അല്ലേ. ഫിഫ്ത്ത് ടേം ഈക്വൽ ടു 45നോട് പൊതുവ്യത്യാസം കൂട്ടുന്നു. 45 പ്ലസ് നമ്മുടെ പൊതുവ്യത്യാസം 11. 45നോട് പൊതുവ്യത്യാസം കൂട്ടിയ എത്രയാ? 56. അപ്പം 4ാമത്തെയും 5ാമത്തെയും ടേം കിട്ടി അല്ലേ. അപ്പം ഞാൻ ഇവിടെ എന്ത് എഴുതി കൊടുക്കുന്നു? 56 എന്ന് എഴുതുന്നേ. ഇനി നിങ്ങൾ നോക്ക്, ഇപ്പം 3ാമത്തെ തള്ള. ഇനി 2ാമത്തെയും 1ാമത്തെയും കണ്ടുപിടിക്കണ്ടേ. 3ാമത്തേതിൽ നിന്ന് 2ാമത്തെ ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ചാൽ പോരെ? കോമൺ ഡിഫറൻസ് കുറച്ച് കൊടുത്താൽ പോരെ അല്ലേ. ബാക്കോട്ട് ചാടാൻ പൊതുവ്യത്യാസം കുറയ്ക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു? സെക്കൻഡ് ടേം അല്ലേ. 2ാമത്തെ ടേം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക?
ആ നമ്മുടെ 34 മൂന്നാമത്തെ ടേമിൽ നിന്ന് ഒരു പൊതുവ്യത്യാസം കുറയ്ക്കുന്നു. 34 നിന്ന് 11 കുറയ്ക്കുന്നു. ക്ലിയർ അല്ലേ? എത്ര വരും? 4 1 കുറയ്ക്കുക 3 വരും. 3 നിന്ന് 1 കുറച്ചാൽ 2 വരും. 23 കിട്ടും. ഓക്കെ. ഇനി ഫസ്റ്റ് ടേം കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് എത്ര കിട്ടി? സെക്കൻഡ് ടേം 23 കിട്ടി. ഇനി ഫസ്റ്റ് ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 23 നിന്ന് പിന്നെ ഒരു പൊതുവ്യത്യാസം കുറയ്ക്കുക. പൊതുവ്യത്യാസം ബാക്കോട്ട് വരുമ്പോൾ കുറഞ്ഞ് വരിക നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ 23 നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കുന്നു. 23 നിന്ന് 11 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, ഒന്നാമത്തെ ടേം കിട്ടി എത്ര? 12 അല്ലേ? 12. രണ്ടാമത്തെ ടേം കിട്ടി 23. പിന്നെ 34, 45, 56. ഇതിൻ്റെയൊക്കെ പൊതുവ്യത്യാസം 11 അല്ലേ? നോക്ക്, 12നോട് 11 കൂട്ടിയാൽ 23, 23നോട് 11 കൂട്ടിയാൽ 34, പിന്നെയും 11 കൂട്ടിയാൽ 45. 11 കൂടി പോവാല്ലേ ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ ടേമിനോട് നാലാമത്തേത് കാണാൻ പൊതുവ്യത്യാസം ഒന്ന് കൂട്ടുകയാണ് വേണ്ടത്. പക്ഷെ 3ൽ നിന്ന് ബാക്കോട്ട് വരാൻ രണ്ടാമത്തെ ടേം കിട്ടാൻ എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതെല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ 5 ടേംസ് കണ്ടുപിടിച്ചു. ക്ലിയറായി? ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ 2, 3, 4, 5 ചോദ്യങ്ങളും ചെയ്യാം കേട്ടോ. ഒന്നാമത്തേത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താ? രണ്ടാമത്തെ ചോദ്യം ഇവിടെ നോക്ക്. മൂന്നാം പദം 43 അല്ലേ? ആറാം പദം 76. എന്താ പറഞ്ഞത്? മൂന്നാം പദം തേർഡ് ടേം എത്രയാ പറഞ്ഞു? 43 എന്നല്ലേ പറഞ്ഞത് അല്ലേ? മൂന്നാം പദം എന്ന് എഴുതുക കേട്ടോ മലയാളത്തിൽ. മൂന്നാം പദം. പിന്നെ എന്താ പറഞ്ഞത്? സിക്സ്ത് ടേം. ആറാം പദം എത്രയായിരുന്നു പറഞ്ഞത്? 76 എന്നായിരുന്നു അല്ലേ? അപ്പം ആറാം പദം മലയാളത്തിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ മലയാളത്തിൽ എഴുതുന്നത്. ആറാം പദം 76. ഇങ്ങനെയല്ലേ ചോദ്യത്തിൽ തന്നത്. അപ്പോൾ നമുക്ക് എന്തറിയില്ല? ഒന്നാമത്തേത് അറിയില്ല, രണ്ടാമത്തേത് അറിയില്ല, മൂന്നാമത്തേത് 43, 4 അറിയില്ല, 5 അറിയില്ല, ആറാമത്തേത് 76. ഇങ്ങനെയല്ലേ നമ്മുടെ ചോദ്യം ഉള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യ ടാസ്ക് എന്താ? പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക. പൊതുവ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ടേം ഡിഫറൻസ് TD ബൈ പൊസിഷൻ ഡിഫറൻസ്. PS അല്ല PD. പൊസിഷൻ ഡിഫറൻസ് അല്ലേ? അല്ലെങ്കിൽ പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഓക്കെ, കണ്ടുപിടിച്ചോ? ഇവിടെ പറഞ്ഞു നോക്ക്. ഇവിടെ പദവ്യത്യാസം എന്താ? 76, 43 ആണ് പദങ്ങൾ അല്ലേ? അപ്പോൾ 76 മൈനസ് 43. സ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? എത്ര സ്ഥാനങ്ങളാണ്? മൂന്നാമത്തെ പൊസിഷനും ആറാമത്തെ പൊസിഷനുമാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എങ്ങനെ കാണും? ആറാമത്തെ പൊസിഷനിൽ നിന്ന് മൂന്നാമത്തെ പൊസിഷൻ കുറയ്ക്കുന്നു. 6 - 3. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 76ൽ നിന്ന് 43 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 33 കിട്ടും. ഓക്കെ അല്ലേ? ബൈ 6ൽ നിന്ന് 3 കുറച്ചാൽ എന്ത് സംഭവിക്കും? 3 കിട്ടും. അപ്പോൾ പൊതുവ്യത്യാസം എത്ര കിട്ടി? 11 കിട്ടി. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി പൊതുവ്യത്യാസം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഉപയോഗിച്ചിട്ട് ബാക്കി എല്ലാ നമ്പേഴ്സും കാണാൻ പോവാണ്. മൂന്നാമത്തെ ടേമിനോട് ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിക്കഴിഞ്ഞാൽ നാലാമത്തത് കിട്ടില്ലേ? ഇപ്പം നമ്മൾ കൂട്ടുന്നു. ഇവിടെ നോക്കുക, നമുക്ക് ഏതാ കിട്ടേണ്ടത്? നമ്മുടെ കയ്യിൽ ആരുണ്ട്? മൂന്നാമത്തെ ടേം ഉണ്ട്. നാലാമത്തത് കാണണം അല്ലേ? നാലാമത്തത് കാണാൻ എന്ത് ചെയ്യണം? ഫോർത്ത് ടേം. നാലാം പദം കിട്ടാൻ മൂന്നാം പദമായ 43നോട് ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ പോരെ? അപ്പോൾ എന്ത് വരും? 43 + 11 എത്ര വരും? 4 1 5 3 1 4 54 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നാലാമത്തത് 5 ടേം കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഫിഫ്ത്ത് ടേം 5ആം പദം കിട്ടാൻ എന്ത് ചെയ്യണം? ഈ 54നോട് നമ്മൾ എന്ത് ചെയ്യണം? 11 പൊതുവ്യത്യാസം കൂട്ടണം. അപ്പം 4 1 5, 5 1 6. ഓക്കെ, ഇപ്പം നാലാമത്തെയും അഞ്ചാമത്തെയും കിട്ടിയില്ലേ? ഇനി നമുക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും കിട്ടണ്ടേ? ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും അല്ലേ? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. അതല്ലേ കണ്ടുപിടിക്കാൻ സുഖം. കാരണം മൂന്നാമത്തേതിൽ നിന്ന് ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തേതിലെത്തും അല്ലേ? മൂന്നാമത്തെ ടേമിൽ നിന്ന് പൊതുവ്യത്യാസം ഒരു തവണ കുറയ്ക്കുക. അപ്പോൾ 2-ലെത്തുമല്ലോ. എന്നാ പറഞ്ഞേ? മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് 43 ആയിരുന്നു. അതിൽ നിന്ന് ഒരു പൊതുവ്യത്യാസം കുറയ്ക്കുന്നു. അപ്പോൾ 43ൽ നിന്ന് 11 കുറയ്ക്കുന്നു. ക്ലിയർ അല്ലേ? എത്ര വരും? 32 എന്ന് കിട്ടും.
ഓക്കെ, ഇനി ഫസ്റ്റ് ടേം വേണം അല്ലേ? ഫസ്റ്റ് ടേം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? 32-ൽ നിന്ന് സെക്കൻഡ് ടേമിൽ നിന്ന് ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കുറയ്ക്കുന്നു. കുറച്ച് കൊണ്ടുവരിക അല്ലേ? പൊതുവ്യത്യാസം 11 ആണല്ലോ. അപ്പോൾ 2-ൽ നിന്ന് 1 കുറച്ച് 1, 3-ൽ നിന്ന് 1 കുറച്ച് 2, 21 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടുന്ന് ഒരു പ്രാവശ്യം നമ്മൾ പൊതുവ്യത്യാസം കുറച്ചു. എത്രയായിരുന്നു പൊതുവ്യത്യാസം? 11. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 21 എന്ന് കിട്ടിയില്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ചു. അപ്പോൾ എത്ര കിട്ടി? 21 അല്ലല്ലോ, ഇവിടെ നമുക്ക് കിട്ടിയ എത്രയായിരുന്നു? 32 അല്ലേ? ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ചപ്പോൾ എത്രയാണ് കിട്ടിയത്? 32 എന്നാണ്. പിന്നെ ഇവിടുന്ന് ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ചപ്പോൾ 21. പിന്നെ ഇങ്ങോട്ട് നമ്മൾ കിട്ടാൻ എന്ത് ചെയ്തു? ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? നാലാമത്തെ ടേം അല്ലേ? നാലാമത്തെ ടേമായ 54 എന്ന് കിട്ടി. പിന്നെയും കിട്ടാൻ പൊതുവ്യത്യാസം കൂട്ടി. അപ്പോൾ എത്ര കിട്ടി? 65 എന്ന് കിട്ടി. അപ്പോൾ നോക്ക്, ആദ്യത്തെ 5 ടേംസ് ആയില്ലേ? നോക്ക്, 1, 2, 3, 4, 5. സിമ്പിളായിട്ട് കിട്ടിയില്ലേ? പൊതുവ്യത്യാസം കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ടേമിനോട് പൊതുവ്യത്യാസം കൂട്ടി എഴുതുക. ബാക്കോട്ട് വരുമ്പോൾ പൊതുവ്യത്യാസം കുറച്ച് എഴുതുക. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം നോക്ക്, ഇവിടെ കാണുന്നില്ല എന്താ? തേർഡ് ടേം 2, ഫിഫ്ത്ത് ടേം 3, മൂന്നാം പദം 2ഉം അഞ്ചാം പദം 3ഉം. എന്തൊക്കെയാണ് പറഞ്ഞത്? മൂന്നാമത്തെ ചോദ്യം അല്ലായിരുന്നോ? 3 അല്ലേ? മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? തേർഡ് ടേം അല്ലേ? അല്ലെങ്കിൽ എന്തെഴുതാം? മൂന്നാം പദം എത്രയാ? 5 എന്നല്ലായിരുന്നോ പറഞ്ഞേ? അല്ല, മൂന്നാം പദം എത്രയാണ് പറഞ്ഞത്? 2 അല്ലേ? മൂന്നാം പദം 2ഉം പിന്നെ എന്ത് പറഞ്ഞു? അഞ്ചാം പദം ഫിഫ്ത്ത് ടേം. അഞ്ചാം പദം എന്ന് പറയുന്നത് എത്രയാണ്? 3ഉമാണ്. ഇങ്ങനെയായിരുന്നു ചോദ്യം തന്നത്. നമുക്ക് പെട്ടെന്ന് ആരെ കണ്ടുപിടിക്കാം? പൊതുവ്യത്യാസം കാണാം. പൊതുവ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞേ, ടേം ഡിഫറൻസ് TD പൊസിഷൻ ഡിഫറൻസ്, അല്ലെങ്കിൽ പദവ്യത്യാസം സ്ഥാനവ്യത്യാസം. ക്ലിയർ ആണല്ലോ? എന്നാ ചെയ്തോ, നമ്മളെങ്ങനെ ചെയ്യും? പദവ്യത്യാസം, പദങ്ങൾ തമ്മിൽ വ്യത്യാസം അല്ലേ? ടേം ഡിഫറൻസ്. ഇവിടെ ടേം 1 3ഉം 1 2ഉം അല്ലേ? അപ്പം 3-ൽ നിന്ന് 2 കുറയ്ക്കുക. പദങ്ങൾ തമ്മിൽ കുറച്ചു. ഇനി സ്ഥാനങ്ങൾ തമ്മിൽ പൊസിഷൻ്റെ ഡിഫറൻസ് അല്ലേ? അഞ്ചാമത്തെ പൊസിഷനും മൂന്നാമത്തെ പൊസിഷനും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അഞ്ചാമത്തെ പൊസിഷൻ മൈനസ് മൂന്നാമത്തെ പൊസിഷൻ. ഓക്കെ, 3 - 2 എത്രയാണ്? 3-ൽ നിന്ന് 2 കുറച്ചാൽ 1, 5-ൽ നിന്ന് 3 കുറച്ചാൽ 2, 1/2. അതായത് പൊതുവ്യത്യാസം അരാന്ന് കിട്ടും. നമ്മുടെ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാണ്? അര. അതെന്താ അര കിട്ടിയത്? അങ്ങനെ കിട്ടുമോയെന്നൊന്നും ചിന്തിക്കേണ്ട. അര കിട്ടിക്കൂടെ? അര പൊതുവ്യത്യാസം അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അര കൂട്ടി എഴുതിയാൽ മതി, അര കുറച്ച് എഴുതിയാലും മതി. അപ്പോൾ നമുക്ക് എല്ലാ സ്ഥാനങ്ങളും കിട്ടും. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഒന്നാമത്തത് അറിയില്ല, രണ്ടാമത്തത് അറിയില്ല, മൂന്നാമത്തെ ടേം 2, നാലാമത്തത് അറിയില്ല, അഞ്ചാമത്തെ ടേം 3. ഇങ്ങനെയല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഇനി നിങ്ങൾ നോക്ക്, നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? പൊതുവ്യത്യാസം കിട്ടിയിട്ടുണ്ട്. പൊതുവ്യത്യാസം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല അല്ലേ? ഈ ടേം സിമ്പിളായിട്ട് കണ്ടുപിടിച്ചൂടെ? ഇത് എത്രാമത്തെ ടേമാ? 1 2 3 4, നാലാമത്തെ ടേം അല്ലേ? അപ്പം ഫോർത്ത് ടേം, നാലാം പദം. ഓക്കെ, നാലാമത്തെ പദം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 2നോട് കൂടി പൊതുവ്യത്യാസം കൂട്ടുക അല്ലേ? ഇങ്ങോട്ടൊരു പൊതുവ്യത്യാസം കൂട്ടുന്നു. ഇവിടെ പൊതുവ്യത്യാസം എത്രയാ? അരയല്ലേ? 2നോട് അര കൂട്ടിയാൽ എത്രയാ? 2.5. പ്രശ്നമുണ്ടോ? ഇല്ല. ഇനി നമുക്ക് അഞ്ചാമത്തെ ടേം ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? അഞ്ചാമത്തെ ടേം എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 3 അല്ലേ? 2ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്ക്. 2.5യോട് കൂടി പൊതുവ്യത്യാസം കൂട്ടുന്നു. ഒരു പൊതുവ്യത്യാസം കൂടി കൂട്ടിയാൽ ഇവിടെ എത്തും. 2.5നോട് അര കൂട്ടിയാൽ എത്രയാ? 2.5 + ½ എന്ന് പറഞ്ഞാൽ 3 ആയില്ലേ? ആ 3 തന്നെയല്ലേ നമ്മൾ അടുത്ത ടേം? ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ബാക്കോട്ട് പോകണം അല്ലേ? രണ്ടാമത്തെ ടേം കണ്ടുപിടിക്കണം. മൂന്നാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ ടേം എത്താൻ എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 2ൽ നിന്നല്ലേ? അതായത് 2ൽ നിന്ന് ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കുറയ്ക്കുന്നു. പൊതുവ്യത്യാസം അരയല്ലേ? 2ൽ നിന്ന് അര കുറച്ചാൽ എന്ത് കിട്ടും? 1.5 എന്ന് കിട്ടും. അപ്പം ഇവിടെ എത്ര കിട്ടി? 1.5. ഇനി ഫസ്റ്റ് ടേം കിട്ടാനോ? ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ 1.5ൽ നിന്ന് പിന്നെ എന്ത് ചെയ്യുന്നു? ഒരു പൊതുവ്യത്യാസം കുറയ്ക്കുന്നു. പൊതുവ്യത്യാസം കുറയ്ക്കുക. 1.5ൽ നിന്ന് അര കുറച്ചാൽ എത്ര വരും? 1 എന്ന് കിട്ടും. നിങ്ങൾ നോക്ക്, ഇവിടെ ഒന്നാമത്തെ പദം 1, പിന്നെ 1.5, 2,
2.5. അടുത്ത എത്ര വരും? 3, 3.5. അങ്ങനെ എഴുതുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ലേ? ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് ആകെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പോയിൻ്റ് എന്താണ്? ഡി കാണാനുള്ള സാധനം, നമ്മൾ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം, അഥവാ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൊതുവ്യത്യാസം കൂട്ടിയും കുറച്ച് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും വരാം. ക്ലിയർ അല്ലേ? ഇവിടെ നിന്ന് ഒരു -d ചെയ്തപ്പോൾ ഇവിടെ എത്തി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 5ാമത്തെ ചോദ്യം നോക്ക്. ഇവിടെ എന്താ നാലാമത്തെ ചോദ്യം നോക്ക്. 5ാം പദം 8, 5th ടേം 8ഉം 9ാം ടേം 10. അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? 5th ടേം. ഓക്കെ, 5ാമത്തെ ചോദ്യമാണ്. 4ാമത്തെ ചോദ്യമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? 5th ടേം അല്ലേ? 5ാം പദം 8, പിന്നെ എന്ത് പറഞ്ഞു? 9th ടേം 9ാം പദം 10. അപ്പം 1ാമത്തെ ടേം അറിയില്ല, 2 അറിയില്ല, 3 അറിയില്ല, 4 അറിയില്ല, 5ാമത്തത് 8, 6 അറിയില്ല, 7 അറിയില്ല, 8 അറിയില്ല, 9ാമത്തത് 10, എക്സെട്ര. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് നമുക്ക് തന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം എന്ത് കാണണം? പൊതുവ്യത്യാസം കാണണം. 2 ടേംസ് കിട്ടിയാൽ പൊതുവ്യത്യാസം കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ കയ്യിലുണ്ട് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. സ്ഥാനങ്ങൾ താഴെയാണ് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ഡി എന്ത് കിട്ടും? ഇവിടുത്തെ പദങ്ങൾ ആരൊക്കെയാ? ഇതാണ് 8. 5ാമത്തെ പദം 8ഉം 9ാമത്തെ പദം 11ഉം. അപ്പോൾ നമ്മൾ ഡിഫറൻസ് കാണാമെന്ന് പറഞ്ഞാൽ എന്താ? 10ൽ നിന്ന് 8 കുറയ്ക്കുന്നു. ഇനി പൊസിഷൻസ് തമ്മിൽ അല്ലേ? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വലുതെന്ന് ചെറുതാ കുറയ്ക്കേണ്ടത്, അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? 9ാമത്തെ സ്ഥാനമല്ലേ 9th ടേം എന്ന് പറഞ്ഞാൽ 9th പൊസിഷനാണ്. അപ്പോൾ ഈ 9th പൊസിഷനിൽ നിന്ന് 5th പൊസിഷൻ കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 - 5. ഓക്കെ, 10ൽ നിന്ന് 8 കുറച്ചാൽ 2 വരും. 9ൽ നിന്ന് 5 കുറച്ചാൽ എത്ര വരും? 4 എന്ന് വരും. ക്ലിയർ ആണല്ലോ? 2/4 എന്ന് പറഞ്ഞാൽ 2 വെച്ച് കട്ട് ചെയ്യുക അല്ലേ? 2ൽ 1 2, 4ൽ 2 2. അപ്പോൾ നമുക്ക് എത്ര വരും? 2/4 എന്ന് പറഞ്ഞാലും 1/2 എന്ന് പറഞ്ഞാലും സെയിം ആണല്ലോ. അപ്പോൾ പൊതുവ്യത്യാസം ഈക്വൽ ടു നേരത്തെ ചോദ്യത്തിൽ പോലെ തന്നെ അരാന്ന് കിട്ടി. ഇനി നമുക്ക് സിമ്പിളാണ് അല്ലേ? അര കൂട്ടാനും കുറയ്ക്കാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. നമുക്ക് ആദ്യത്തെ 4 ടേമാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടുന്ന് കുറച്ച് എഴുതിയാൽ പോരെ? 5ാമത്തെ ടേമാണിത്. ഇവിടുന്ന് ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ചാൽ നിങ്ങൾ അപ്പുറത്തെത്തൂലേ? 8ൽ നിന്ന് അര കുറച്ചാൽ എത്ര വരും? 7.5. 7.5യിൽ നിന്ന് പിന്നെയും ഒരു പൊതുവ്യത്യാസം കുറയ്ക്കാം. അപ്പോൾ ബാക്കോട്ട് വരും. 7.5യിൽ നിന്ന് അര കുറച്ചാൽ 7, പിന്നെയും ഒരു പൊതുവ്യത്യാസം കുറയ്ക്കാം. 7ൽ നിന്ന് അര കുറയ്ക്കുക അല്ലേ? 7ൽ നിന്ന് അര കുറച്ചാൽ എത്രയാ? 6.5. പിന്നെയും ഒരു പൊതുവ്യത്യാസം കുറയ്ക്കുന്നു. 6.5യിൽ നിന്ന് അര കുറച്ചാൽ 6. നമ്മൾ എന്തുകൊണ്ടാണ് കുറയ്ക്കുന്നത്? നമ്മളിപ്പോൾ ഉള്ളത് 5ാമത്തെ പൊസിഷനിലാണ്. നമ്മളോട് ചോദിച്ചത് ആദ്യത്തെ 5 പ്ലേസുകൾ 5 ടേംസ് കാണാനല്ലേ? അപ്പോൾ 5ാമത്തെ ടേമിൽ നിന്ന് പിന്നെ 4ാമത്തത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കുറയ്ക്കുന്നു, പിന്നെയും കുറയ്ക്കുന്നു. ബാക്കോട്ട് ആയതുകൊണ്ട് കുറച്ച് എഴുതുക. സംഭവം ക്ലിയർ ആണല്ലോ? 6ാമത്തെ ടേം കിട്ടിയാൽ എന്ത് ചെയ്താൽ മതി? ഇതിനോട് ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. പക്ഷെ നമുക്ക് 6ാമത്തത് വേണ്ട അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ 5th ടേം ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അല്ലേ? 5th ടേം എന്ന് പറയുന്നത് 8ആണ്. അപ്പം 4ാമത്തെ ടേം കിട്ടാൻ എന്ത് ചെയ്യുക? 4th ടേം ഈക്വൽ ടു 8ൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കുന്നു. 8 - ½ 7.5. ഓക്കെ അല്ലേ? 4ാമത്തത് കിട്ടി. ഇനി 3ാമത്തത് തേർഡ് ടേം 3ാം പദം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 7.5യിൽ നിന്ന് പിന്നെയും പൊതുവ്യത്യാസം കുറയ്ക്കുന്നു. 7.5യിൽ നിന്ന് അര കുറച്ചാൽ എത്ര വരും? 7 അല്ലേ? 7.5യിൽ നിന്ന് അര പോയാൽ 7. ഇനി സെക്കൻഡ് ടേം കിട്ടണം. സെക്കൻഡ് ടേം കിട്ടാൻ എന്ത് ചെയ്യുന്നു? 7ൽ നിന്ന് പിന്നെയും പൊതുവ്യത്യാസം കുറയ്ക്കുന്നു. 7ൽ നിന്ന് അര കുറച്ചാൽ എത്രയാ? 6.5. ഇനി ഫസ്റ്റ് ടേം കിട്ടാൻ എന്ത് ചെയ്യണം? 6.5യിൽ നിന്ന് പൊതുവ്യത്യാസം ബാക്കോട്ടില്ലേ കുറയ്ക്കുക. 6.5യിൽ നിന്ന് അര കുറച്ചാൽ 6 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇപ്പോൾ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് ഞാനൊന്ന് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് ടേം കിട്ടി, സെക്കൻഡ് കിട്ടി, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എല്ലാ ടേംസും കിട്ടിയല്ലോ. ക്ലിയർ ആണല്ലോ? ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമുക്ക് ഇനി എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ ഉണ്ടല്ലോ. എന്താ ക്വസ്റ്റ്യൻ? ഇവിടെ നോക്കുക. 5ാം പദം 7ഉം 7ാം പദം 5ഉം തിരിച്ചും മറിച്ചുമാണല്ലേ വന്നത്. ശ്രദ്ധിക്കുക. 5ാം പദം ലാസ്റ്റ് ചോദ്യമാണ്. 5ാമത്തെ ചോദ്യം.
അഞ്ചാം പദം 7 എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതെ, 7ാം പദം 7th ടേം എന്ന് പറയുന്നത് എത്രയാണ്? 5. ഇവിടെ എന്ത് കാണണം? പൊതുവ്യത്യാസം കാണണം അല്ലേ? കോമൺ ഡിഫറൻസ് കാണണം. എന്താ ഇക്വേഷൻ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അല്ലെങ്കിൽ പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഈ പദവ്യത്യാസവും പൊതുവ്യത്യാസവും തമ്മിൽ മാറിപ്പോകരുതേ. പദവ്യത്യാസം എന്ന് പറഞ്ഞാൽ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അതായത് ഇതാണ് 2 പദങ്ങൾ, ഇത് തമ്മിൽ കുറയ്ക്കുക. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇതിൻ്റെ ഇടയിൽ കൂട്ടി കൂട്ടി പോകുന്ന സംഖ്യ. അത് മാറിപ്പോകരുത് പറയുമ്പോൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഇവിടുത്തെ ഡി കാണണമെന്നുണ്ടെങ്കിൽ ടേം ഡിഫറൻസ്. ഇവിടെ പദങ്ങൾ ഏതൊക്കെയാണ്? 7ഉം 5ഉം ആണ് അല്ലേ? അപ്പോൾ 7ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? 5ൽ നിന്ന് എന്ത് ചെയ്യുന്നു? 7 കുറയ്ക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ അത് തിരിഞ്ഞു പോവരുത് കേട്ടോ നമ്മൾ ചെയ്യുമ്പോൾ. 7ാമത്തെ പദത്തിൽ നിന്ന് 5ാമത്തെ പദമാണ് അല്ലേ? അപ്പോൾ നമ്മൾ 7ാമത്തെ പദം 5 അല്ലേ? അപ്പോൾ അങ്ങനെ തന്നെ എഴുതുക. വലിയ സംഖ്യ ആദ്യം അറിയാണ്ട് എഴുതി പോരുത്. ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? 10ൽ നിന്ന് 8 കുറച്ചതല്ലേ? അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 5ൽ നിന്ന് 7 കുറയ്ക്കുന്നു ബൈ പൊസിഷൻ ഡിഫറൻസ്. ഏതൊക്കെയാ പൊസിഷൻ? 7ാമത്തെ പദം അല്ലേ? 7ാമത്തെ സ്ഥാനത്ത് നിന്ന് 5ാമത്തെ സ്ഥാനം കുറയ്ക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? 7 മൈനസ് 5. ക്ലിയർ ആണല്ലോ? ഈക്വൽ ടു 5ൽ നിന്ന് 7 കുറച്ചാൽ എത്രയാ? 5 ചെറുതും 7 വലുതുമാണ് അല്ലേ? ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 7ൽ നിന്ന് 5 കുറയ്ക്കുക. അപ്പോൾ 2 എന്ന് കിട്ടും. പക്ഷെ ചെറിയ നമ്പറിൽ നിന്ന് വലുത് കുറച്ചാൽ എപ്പോഴും ആരുണ്ടാവും? ഒരു മൈനസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ 5 മൈനസ് 7 എന്ന് പറഞ്ഞാൽ -2 ബൈ. പക്ഷേ 7 മൈനസ് 5ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? 7 വലിയ നമ്പറാണ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാൻ നമ്മൾ പണ്ടേ പഠിക്കുന്നതാ അല്ലേ? 7ൽ നിന്ന് 5 കുറച്ചാൽ 2 എന്ന് കിട്ടും. 2/2 എത്രയാ? 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 അല്ലേ? ഒരു നെഗറ്റീവ് കൂടെ ഉണ്ട് അല്ലേ? 2/2 -1 എന്ന് കിട്ടും. പൊതുവ്യത്യാസം കിട്ടിയല്ലോ, -1. ചെയ്താൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒന്ന് ശ്രദ്ധിക്കണേ, ഇവിടെ മാറിപ്പോരുത്. 5ൽ നിന്ന് 7 കുറയ്ക്കുന്നു, 7ൽ നിന്ന് 5 കുറയ്ക്കുന്നു. ഓക്കെ അല്ലേ? നമ്മൾ ഇത്രയും നേരം ചെയ്ത സെയിം. അപ്പോൾ പൊതുവ്യത്യാസം കിട്ടി. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് തന്നത് വെറുതെ ഒന്ന് നമുക്ക് വരച്ച് നോക്കാം അല്ലേ? ഇത് കൺഫ്യൂഷൻ ഇല്ലാതൊക്കെ അങ്ങനെ വരയ്ക്കണം എന്നൊന്നുമില്ല കേട്ടോ. 1 അറിയില്ല, 2 അറിയില്ല, 3 അറിയില്ല, 4 അറിയില്ല. 5ാമത്തെ ടേം എത്രയാ? 7 അല്ലേ? പിന്നെ ഒന്നും അറിയില്ല. അങ്ങോട്ട് നമുക്ക് വേണ്ട. ആദ്യത്തെ 7 ടേംസ് അല്ലേ നമുക്ക് വേണ്ടൂ. 5 ടേംസ് അല്ലേ വേണ്ടൂ. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ശ്രദ്ധിക്കുക, 7ാമത്തെ ടേമിൽ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് മാറിപ്പോവരുത്, ശ്രദ്ധിച്ച് ചെയ്യാം. നമുക്ക് ഇവിടുത്തെ ടേം അറിയാം അല്ലേ? നമുക്ക് ഇത് അറിയാമെന്നുണ്ടെങ്കിൽ ബാക്കോട്ട് വരാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കുറയ്ക്കുകയല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ ആ ടേം എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാണ് പറഞ്ഞേ? ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അല്ലേ? അപ്പോൾ നമുക്ക് 5th ടേം അറിയാം. 5th ടേം ഈക്വൽ ടു എത്രയാണ്? 7. ക്ലിയർ ആണല്ലോ? അവിടെ നിന്ന് നമ്മൾ 4ാമത്തെ ടേം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? 5ൽ നിന്ന് 4ാമത്തെ ടേമിലേക്ക് എത്താൻ ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കുറയ്ക്കുന്നു. 7ൽ നിന്ന് എന്ത് ചെയ്യുന്നു? പൊതുവ്യത്യാസം കുറയ്ക്കുന്നു. ഇവിടെ 7ൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പൊതുവ്യത്യാസം എത്രയാ? പൊതുവ്യത്യാസം -1 അല്ലേ? അപ്പോൾ നിങ്ങൾ ആ -1 ഇടാൻ മറന്നു പോകരുത്. 7ൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കാമെന്ന് പറയുമ്പോൾ പൊതുവ്യത്യാസം -1, അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ, അല്ലേ? ആൻസർ തെറ്റും. അപ്പോൾ നമുക്കറിയാം 7 മൈനസ് -1, 2 നെഗറ്റീവുകൾ ഒരുമിച്ച് വന്നാൽ അതെന്തായിപ്പോവും? ഇങ്ങനെ തൊട്ട് വന്ന ആൻസർ എന്തായിപ്പോവും? പ്ലസ് എന്നായി പോവില്ലേ? അപ്പോൾ 7 മൈനസ് -1 എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? 8 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഉത്തരം എന്താവും? 8 എന്ന് കിട്ടും. 7 + 1 = 8. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ പൊതുവ്യത്യാസം -1 ആണ് അല്ലേ? 7ൽ നിന്ന് -1 കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. അപ്പോൾ ബാക്കോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. ഇനി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? തേർഡ് ടേം കാണുന്നു. 4ാമത്തെ പദത്തിൽ നിന്ന് 3ാമത്തെ പദം കാണാൻ എന്താ ചെയ്യുന്നത്? 8ൽ നിന്ന് പിന്നെയും പൊതുവ്യത്യാസം കുറയ്ക്കുന്നു. 8 മൈനസ് പൊതുവ്യത്യാസം -1 ആണ്. ഇവിടെ മാറ്റല്ല അല്ലേ? അപ്പോൾ 8 മൈനസ് -1 എന്ന് പറഞ്ഞാൽ 8 + 1 9 കിട്ടിയല്ലോ. തേർഡ് ടേം കിട്ടി. ഇനി സെക്കൻഡ് ടേം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഇതേപോലെ തന്നെ തേർഡ് ടേം 9 അല്ലേ? 9ൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കുന്നു. 9ൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പൊതുവ്യത്യാസം -1 ആണ് അല്ലേ? അപ്പോൾ 9 മൈനസ് -1 10 എന്നാകും. ക്ലിയർ ആണല്ലോ? ഇനി ഫസ്റ്റ് ടേം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് ടേമിൽ നിന്ന്
അല്ലേ? നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുപോവുക. സെക്കൻഡ് ടേം 10 10ൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കാം. അപ്പോൾ 10 മൈനസ് പൊതുവ്യത്യാസം -1 കിട്ടിയത്. അപ്പം 10 മൈനസ് എന്ന് പറയുമ്പോൾ എന്താവും? പ്ലസ് ആവും അല്ലേ? അപ്പോൾ 10ഉം 1 11. സംഭവം ക്ലിയർ ആയോ? അതൊക്കെ നമുക്കിവിടെ എഴുതി നോക്കാം. ഇവിടുന്ന് നമ്മൾ എന്താ സംഭവിച്ചത്? ഇവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്ന് കുറഞ്ഞു അല്ലേ? അതായത് 7ൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ചപ്പോൾ എത്ര കിട്ടി? 8 എന്ന് വന്നു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെയും പൊതുവ്യത്യാസം കുറയ്ക്കുക. അപ്പോൾ 9. ഇങ്ങോട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? 10. ഇങ്ങോട്ട് വന്നപ്പോൾ 11. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ പോകുന്നു? അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങോട്ടാ കൂടി പോവാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഒരേ സംഖ്യ കൂടി എഴുതാം. അല്ലെങ്കിൽ ഒരേ സംഖ്യ കുറഞ്ഞു പോയാലും പൊതുവ്യത്യാസം തന്നെയല്ലേ അതൊരു സമാന്തര ശ്രേണിയല്ലേ? അപ്പോൾ 10ൽ നിന്ന് 11ൽ നിന്ന് 1 കുറയുമ്പോൾ 10. 10 മൈനസ് 1 9. 9 മൈനസ് 1 8. 8 മൈനസ് 1 7. അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം ആരാ? -1. നെഗറ്റീവ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സംഖ്യയിൽ ഓരോ ടേം കൂടുന്തോറും വാല്യൂ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളത് പൊതുവ്യത്യാസം കാണാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. എന്താ ഇക്വേഷൻ പറഞ്ഞേ? പൊതുവ്യത്യാസം സമം പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം അഥവാ ടേം ഡിഫറൻസ്. TD എന്ന് പറഞ്ഞാൽ എന്താ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇപ്പോൾ ചോദ്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാം. താങ്ക്